അവൻ്റെ അമ്മ പോലും ആ ഭീഷണി കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ ഒരു പെറ്റ അമ്മയ്ക്ക് സഹിക്കൂ. ഇതേപോലെ എത്ര ആൾക്കാരുടെ കണ്ണീരും അമ്മമാരുടെ കണ്ണീരും ഈ വക പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ടാവും. ഇടിമുറി എന്നൊക്കെ പറയണത്. സ്ത്രീകൾക്കൊന്നും ഇപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് സ്ത്രീകളൊക്കെ വളരെയധികം ദുഃഖിതരാണ്. ഇന്നെ എത്ര ആൾക്കാർ, എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് പൂജിക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. ആ കുട്ടിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രാദേശിക എൻ്റെ അമ്മയടക്കം വീഡിയോ കണ്ടിട്ട് ഇന്നലെ അമ്മയ്ക്ക് വയ്യാതായ പോലെ ഉണ്ടായിരുന്നു. സുജിത്തിൻ്റെ ബ്ലഡാണ് ഇപ്പോൾ എൻ്റെ ഓടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകാണ്ട് നിൽക്കുന്നത്. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിയെത്തും. രാത്രിയോ പകല അങ്ങനെയൊന്നുമില്ല. ഒന്ന് വിളിച്ചാൽ മതി. അത് ഇന്ന പാർട്ടിക്കാരാണോ ഇന്ന ജാതിക്കാരാണോന്നും അവനൊന്നും പ്രശ്നമില്ല. അവൻ്റെ ശരീരം പൊളിച്ചപ്പോൾ കാണാം ഉമ്മൻചാണ്ടി. അത്രയും ഉമ്മൻചാണ്ടി ഭക്തനാണ്. ഒരു പോലീസുകാരനെ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അവനെ പാവം പയ്യൻ, ഒരു ശാന്തിയാണ് അവൻ. ശാന്തിക്കാരൻ, ഞങ്ങളുടെ അമ്പലത്തിലെ ശാന്തിയായിരുന്നു പയ്യൻ. അവനെ അടിച്ചത് അന്ന് അടിച്ചപ്പോൾ ഇത്ര ഭീകരതയാവും ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മ പോലും ആ ഭീഷണി കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ ഒരു പെറ്റ അമ്മയ്ക്ക് സഹിക്കില്ല. അതുപോലെയായിരുന്നു അവൻ്റെ ആ ചങ്കൂറ്റം കൊണ്ട് അവൻ പിടിച്ചിരുന്നത്. ഇതുകൊണ്ടൊന്നും ആവില്ല. അതല്ല അവനെ രക്ഷിച്ചത്. അവൻ ഇത് കുറേ അമ്പലങ്ങളിൽ ശാന്തിക്ക് പോകുന്നുണ്ട്. അവിടെ ശക്തി ഉണ്ടല്ലോ. ഏതായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു ശക്തി ഉണ്ടല്ലോ. അതാണ് അവന് കൂടുതൽ അവനെ പിൻബലം കൊടുത്തിട്ടുള്ളത്. നല്ല പയ്യനാ, ഒരു സ്വഭാവമില്ല. ഞങ്ങളൊക്കെ എപ്പോഴും വരാറില്ലല്ലേ പാർട്ടി പരിപാടികൾക്കായാലും എന്തിനായാലും. ഇവിടെ ശാന്തിയുണ്ട്. ഞങ്ങളുടെ അടുത്ത് ശാന്തി ഉണ്ടായിരുന്നു. അവന് ഞങ്ങൾക്കറിയാമായിരുന്നു ഇന്ന് വിടും എന്ന് വർഗീസ് ചൊവ്വന്നൂർ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നാളെ ഒരു വാർത്ത വരുന്നു പറഞ്ഞത്. അതറിഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. ഈ പോലീസുകാരുടെ അഹങ്കാരമായിരുന്നു. എന്തെല്ലാമായിരുന്നു ഇവർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാനോട് വരുമ്പോൾ ഈ കൊട്ടേക്കാട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എന്തോ ഒരാളെ പെയിൻറ്റിങ്ങിൻ്റെ കാശ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അയാൾ പോവാണ്, ഞാൻ പോവാണ് സ്റ്റേഷനിൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഈ പോലീസുകാർ ഇങ്ങനെ ആയാലും എന്ത് ചെയ്യുവരൊക്കെ? നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? ശുചിത്വത്തിൻ്റെ കാര്യം അറിയണം, മനസ്സിലാക്കണവരെ. ഇനിയിപ്പോൾ ഇതുകൊണ്ടും ഇവർ പഠിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? തക്കതായ ശിക്ഷ. അതായത് അവരുടെ ജീവിതകാലം മുഴുവൻ സർവീസിലുണ്ടാവാൻ പാടില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ നിഷ്കളങ്കനായി നമ്മൾ ഇവിടെ അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഇവിടുത്തെ പ്രദേശം എങ്കിൽ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ നമുക്കൊരു നീതി കിട്ടാതെ വരുമ്പോഴല്ലോ, മറ്റവരൊക്കെ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ പോലും, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ വിഷ്വൽ കാണുമ്പോൾ മുതൽ ഈ സമയം വരെ നമ്മുടെ ഹൃദയം കിടന്നിങ്ങനെ ഒരു പ്രത്യേക വിറയൽ സംഭവിക്കുന്നതാണ്. ഇതിനി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അവരുടെ ഈ 5 പേരേനും ഇല്ലെങ്കിൽ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ മുഴുവൻ ഈ സർവീസിൽ നിന്ന് പിരിച്ചു വിടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ നമ്മുടെ അടുത്തവിടെ അയൽവാസികളിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ വളരെ നല്ലൊരു പയ്യാണ്. അത് മാത്രമാണ് നമുക്കറിയുന്നത്. ഇങ്ങോട്ട് പോകുന്ന അമ്പലത്തിൻ്റെ പരിസരത്ത് നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. അവരോട് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. അതാണ് പറയുന്നത്. അപ്പോൾ നിയമപരമായിട്ട് എന്തൊക്കെ ശിക്ഷ അവർക്ക് വാങ്ങി കൊടുക്കാൻ പറ്റും, അത് തീർച്ചയായിട്ടും കൊടുക്കണം എന്നുള്ളൊരു 100% അഭിപ്രായക്കാരനാണ്. നമ്മളിപ്പോൾ ഈ പയ്യനെ തല്ലി ചതച്ചിട്ടില്ലല്ലേ, മറ്റേ എത്ര എല്ലാ പരിപാടികളിലൊക്കെ അവർ വെള്ളം മൂടി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനൊരു CCTV ദൃശ്യം പുറത്തേക്ക് വന്ന കാരണമല്ല ഇതൊക്കെ അറിയണത്. അല്ലെങ്കിൽ എത്രയും ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മമാർക്കോ അവരുടെ മക്കൾക്കോ ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രതിഷേധം ശക്തമായി എതിർപ്പുണ്ടാവും. ഇന്ന് കുറച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ കുറച്ച് ആൾക്കാരിനെ അവർ 4 ആളെ ഒഴിവാക്കുക എന്നുള്ളൊരു പ്രശ്നത്തിൽ നല്ലൊരു കാര്യമാണെന്ന്. ജനമതീർ പോലീസൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കള്ളക്കളി ഉണ്ടെന്നുള്ളത് നമുക്കാരും അറിയില്ലല്ലോ. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോണ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ 2.5 കൊല്ലം കാത്തിരുന്നു. ആ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടിയുടെ ഭാവി എന്താവും? ഇപ്പോൾ കണ്ട ആ കുട്ടി വിഷമത്തിൽ നടന്ന് ആ കയ്യും വീണു, ഒരു പ്ലാസ്റ്റിക് ഗതിയിലെത്തി എത്തി. കല്യാണമൊക്കെ 10-15 തീയതിയാണ് കല്യാണം. ഇതേപോലെ എത്ര ആൾക്കാരുടെ കണ്ണീരും അമ്മമാരുടെ കണ്ണീരും ഈ വക പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ടാവും. ഇടിമുറി എന്നൊക്കെ പറയണത്. അപ്പോൾ അവിടെയുള്ള ഈ ഇടിമുറിയും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണക്കാർ 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത ആൾക്കാരുടെ സ്ഥിതി എന്താ? ഈ കുട്ടിക്കും അത്രയേ ഉള്ളൂ. പക്ഷേ വർഗീസേട്ടൻ്റെ ഒരു ഒത്ത കഴിവും ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കഴിവ് പ്രകാരം കൊണ്ട് നല്ലൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് പറയുക? അല്ല, അവനെ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നു. അവന് ദൃശ്യങ്ങളില്ലാത്ത ഈ CC ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് തന്നെ എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും. 45 അടിയൊക്കെ അടിച്ചിട്ട് 15 എന്നിട്ട് വെള്ളത്തിൽ ചാടാൻ പറയണു.
ഇതൊക്കെ അവൻ സഹിച്ചാലും അവൻ അതിന് മാത്രമുള്ള ആളില്ല ഉണ്ടവരുണ്ട്. ഇവനിട്ടിട്ട് എല്ലാവരും ഇടി കണ്ടില്ല, കൂമ്പിനിട്ട് ഇടിച്ച് അവൻ ചതച്ചിട്ട് ലാസ്റ്റ് കംപ്ലീറ്റ് അവന് ചോരപ്പൻ്റെ ഗതികടത്തിലല്ലേ. അവൻ്റെ ഉള്ളിലത്തെ കേട് ആര് കാണും? പാർട്ടിക്ക് വേണ്ടിയിട്ട് അവൻ ഞൊഴിഞ്ഞു വെച്ചു. അപ്പോൾ അടുത്തൊരു ഇലക്ഷനിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സാധ്യത നമ്മൾ അവനിൽ കാണുന്നു. ചെറിയൊരു ഭാഗം ഇലക്ഷൻ നിർത്തി ഇത് വലിയൊരു കുറച്ച് കയറ്റങ്ങൾ കൊടുക്കണം പാർട്ടി. അങ്ങനെയാണ് നമ്മുടെ ഒരു തീരുമാനം, എൻ്റെ ഒരു തീരുമാനം. ഞാനിപ്പോൾ വാർഡ് പ്രസിഡൻ്റായിട്ട് അധികാരമായിട്ടില്ല. കാലം ചെറുപ്പം മുതൽ നമ്മൾ അധികം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വീടിൻ്റെ കഷ്ടപ്പാടൊക്കെ ആയിട്ട് നീങ്ങി ഇങ്ങനെ പോയിരുന്ന ആളാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമ്മൾ പൊതുരംഗത്തെ ഈ പ്രവർത്തകർക്ക് മുഴുവൻ അറിയില്ല, എന്നാലും നമ്മൾ അറിയാൻ എന്നെ അവരുടെ കൈ തരുന്ന ആൾക്കാരാണ്. ഈ സാധാരണ കുടുംബത്തിലുള്ള ഒരാൾക്ക് എത്ര പൈസയുള്ള ആൾക്കാരായാലും അവർ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒതുക്കി തീർക്കാവുന്ന ഇതുപോലെ ഇനി എത്ര തെളിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ അമ്മമാർക്കും അവരുടെ മക്കൾക്കും ഇതേപോലെ എനിക്കിങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത ആൾക്കാർ ഇതിൻ്റെ വലിയ എത്ര ഉണ്ടാവാം. ഇപ്പം നിങ്ങൾക്കൊരു അല്ലെങ്കിൽ എനിക്കിത് ഒരു വന്നു, ഞാൻ പറഞ്ഞു വിശ്വസിക്കാൻ തയ്യാറില്ല. ഇവൻ പറയണത് ആരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇത് ആ ക്യാമറ കിട്ടിയ കാരണം അതിന് വർഗീസേട്ടനും സുജിത്തും ഒരുപാട് നിരന്തരം കഷ്ടം. അല്ലെങ്കിൽ അവനെ ഈ വലിയ ത്യാഗത്തിൽ നിന്നൊക്കെ പോകല്ലേ. വലിയ സപ്പോർട്ടായിരുന്നു വർഗീസേട്ടൻ്റെ ഏട്ടനും ഇപ്പോൾ കണ്ടില്ലേ ചെന്നീസല സാർ പറഞ്ഞത്. അവരുടെ ചേട്ടനും അവിടെ കുറച്ച് വീടുകൾ, ഇപ്പോൾ കുറച്ച് 65 വീട്ടുകാർക്ക് ഇങ്ങനെ സഹായം ചെയ്തു എന്ന് പറയണു. പക്ഷേ ഇവൻ്റെ വിജയം ഇനി ഇവനെ ഉയർത്തണം, ഉയർത്തിക്കൊണ്ട് തന്നെ. ഇവന് നല്ലൊരു കഴിവുണ്ട്. അവന് ചെറുപ്പപ്രായമാണ്. നല്ലൊരു പെൺകുട്ടി അവന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്തു നിന്നാണ്, പുതുശ്ശേരിയിൽ നിന്നാണ് അവന് നല്ലൊരു പെൺകുട്ടി കിട്ടിയിട്ടുണ്ട്. കല്യാണം സ്നേഹത്തിലായിരുന്നു. പക്ഷേ അവൻ മദ്യപിച്ചു എന്ന് അറിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ അവൻ്റെ അമ്പലത്തിൻ്റെയും ഒരു ഭാഗ്യമാണത് അവന്. കാരണം അവൻ അന്ന് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് മുഴുവൻ മാഞ്ഞുപോയി. ഇതിപ്പോൾ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയ കാരണല്ലേ, കോടതിയിൽ നിന്ന് അവന് ജാമ്യം കിട്ടിയ കാരണല്ലേ. അല്ലെങ്കിൽ കോടതിയും ഒരു വൺ സൈഡ് ചെന്നാൽ ഈ കാര്യം പോയി. അവൻ എല്ലാം കൊണ്ടും അവൻ്റെ നല്ലൊരു രാഷ്ട്രീയ ഭാവി അവന് കിട്ടിയിട്ടുണ്ട്. അവനിൽ നമ്മൾ വിശ്വസിക്കണം. അവനെല്ലാ കല്യാണമാണ്. ഇനി അവനെല്ലാ സാധ്യതയും കൽപ്പിച്ച് അവനെ മുന്നോട്ട് നയിക്കണം. സുജിത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്തൊരു പ്രവർത്തനം അത് ചെയ്തിരിക്കുന്നത് 100%. 1%അല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനെ എന്തായി കാണിക്കുന്നത് ഒരു പൊതുപ്രവർത്തനമാണ് അവൻ പൊതു നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പോലീസിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്ത് ഇടിയിടിക്കുന്നത്, എന്തൊരു കാട രീതിയാണത്. ആ പോലീസുകാരൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം. ഒരു അംശമില്ല. ഈ കുട്ടീനൊക്കെ മരിക്കാഞ്ഞത് ഭാഗ്യം. എവിടേക്ക് കപ്പലക്കെല്ലാം എന്ത് കുത്തണ TV കാണാത്തത് പോലെ തന്നെ വേറെ അടിച്ചിട്ടുണ്ട്. മുകളിലൊക്കെ ചൂടിൽ കൊണ്ടിട്ട് അടിച്ചിട്ട് ഗംഭീര അന്ന് സഹിക്കാൻ പറ്റില്ല. അവിടെ പൂജയ്ക്ക് വന്നിട്ട് വളരെ ചെറിയ പ്രായത്തിൽ നമ്മളവിടെ പൂജയ്ക്ക് വന്ന് പൂജ പഠിച്ച് അവൻ നല്ലൊരു പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ടാണ് പിന്നെ വരുന്നത്. അപ്പം അന്നും അവൻ ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. പിന്നീട് നല്ലൊരു പാർട്ടി പ്രവർത്തനമായിട്ട് മാറി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. ഒരു അക്രമങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടാർപ്പടകൾക്കോ പോകുന്ന ഒരു കുട്ടിയല്ല. അവർ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തോടൊരു നീതി ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് അവൻ. ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒട്ടനവധി ഓണാഘോഷം, അതുപോലെ തന്നെ ഫുട്ബോൾ കളി, ഈ ക്യാരംസിൻ്റെ കളികളൊക്കെ ആയിട്ട് കുട്ടികളുമായിട്ടൊക്കെ നല്ല കളികളിലൊക്കെ ഏർപ്പെട്ട് അവരുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു രീതിയാണ് അവൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഒരു പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുണ്ട്. ഒരു നല്ലൊരു പെരുന്നാൾ അടുപ്പൂട്ടി, ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയായ കുന്നംകുളത്തിൻ്റെ ദേശീയോത്സവമായ അടുപ്പൂട്ടി പള്ളി, ആ പള്ളിയിലേക്ക് പരിപാടി ഒക്കെ അവൻ്റെ നേതൃത്വത്തിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അധിപൻസ് എന്നൊരു ക്ലബ്ബുണ്ട്, ഒരു ഓണാഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രസിഡൻ്റാണ്. ഓണത്തിന് ഒട്ടനവധി കളികൾ. പിന്നെ ഇവിടുന്ന് പൂരം, അന്നംകുളങ്ങര അമ്പലത്തിൽ പൂരം പോകുന്നുണ്ട്. അത് ആ പൂരത്തിൻ്റെ ഒക്കെ ഭാരവാഹി കൂടിയിട്ടാണ് അവൻ. അങ്ങനെ ഒരു സമൂഹമായിട്ട് നല്ല അടുപ്പമുള്ളൊരു കുട്ടിയാണ്. അത് അവൻ്റെ ഉണ്ടായപ്പോഴുള്ള അനുഭവം, ഒരു വേദന ഈ രാഷ്ട്രീയക്കാർക്ക്, ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, ഇവിടെ എതിർ ചേരിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ ഇപ്പോൾ വളരെ വിഷമമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും ഇപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് സ്ത്രീകളൊക്കെ വളരെയധികം ദുഃഖിതരാണ്. ഇന്നെ എത്ര ആൾക്കാർ, എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് പൂജിക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. ആ കുട്ടിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രാദേശിക എൻ്റെ അമ്മയടക്കം വീഡിയോ കണ്ടിട്ട് ഇന്നലെ അമ്മയ്ക്ക് വയ്യാതായ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ വീട്ടിലെ എൻ്റെ അമ്മ ഈ വീഡിയോ കണ്ടിട്ടില്ല ഇതുവരെ.
അപ്പോൾ അയാളുടെ മാനസികമായിട്ടുള്ള വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് പറ്റിയ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സുജിത്ത് കാശ് മേടിച്ച് ഒരുക്കിയിരുന്നെങ്കിൽ അത് ആരെങ്കിലും അറിയുന്നുണ്ടോ? കാരണം ഇത് ആർക്കെങ്കിലും ഇനിയും ശബ്ദിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു മർദ്ദനം കിട്ടിയ ഇതൊന്നും ഞങ്ങൾ ആർക്കും, ഒരു പാർട്ടി പ്രവർത്തകരായ പാർട്ടിയിലത്തെ ഞങ്ങൾക്ക് പാർട്ടിയിലുള്ള ആളുകൾക്കൊന്നും അറിയില്ല. ഈ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ചിലപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടാവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെയധികം വിഷമം തോന്നി. വിഷമം തോന്നില്ല, അത്രയ്ക്കധികം ബുദ്ധിമുട്ടായി. അങ്ങനത്തെ ഒരു വാക്ക് ഇനിയിപ്പോൾ എന്തായി, ആ ഉണ്ടായിട്ടുള്ള സംഭവത്തിന് ഒരു വാക്ക് പറയാനില്ല. എങ്ങനെയാണ് നമ്മളതിനെ പ്രതികരിക്കുക എന്നുള്ളൊരു വാക്കില്ല. ഇപ്പോൾ സത്യം പറഞ്ഞ പോലീസുകാർ എത്രയോ നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ പേര് പോലും ഇന്ന് കളങ്കപ്പെട്ടിരിക്കുന്നു എന്ന് സംശയമായിട്ടിരിക്കുക. പോലീസ് സേനയ്ക്ക് തന്നെ ഒരു അപമാനമാണ് ഈ ഇത്. അവർക്ക് പോലും അപമാനമാണ് ഇപ്പോൾ. പിന്നെ എല്ലാവരും ഇപ്പോൾ ഒരാൾ ഇവരിങ്ങനെ ആയതുകൊണ്ട് മറ്റുള്ള നല്ല ആൾക്കാരെ പോലും മോശക്കാരാണ്. എത്രയോ നല്ല നല്ല ആളുകൾ ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാർക്ക് ഒരു അപമാനമായിട്ട് മാറിയിരിക്കുന്നത്. 8 മാസം മുന്നേ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, കിഡ്നി. അവർക്ക് ബ്ലഡ് തന്നെ സുജിത്താണ്. അപ്പോൾ അതാണ് രക്തബന്ധമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ. സുജിത്തിൻ്റെ ബ്ലഡാണ് ഇപ്പോൾ എൻ്റെ ഓടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകാണ്ട് നിൽക്കുന്നത്. അതാണൊരു ബന്ധം. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിയെത്തും. രാത്രി പകല അങ്ങനെയൊന്നുമില്ല. ഒന്ന് വിളിച്ചാൽ മതി. അത് ഇന്ന പാർട്ടിക്കാരാണോ ഇന്ന ജാതിക്കാരാണോന്നും അവനൊന്നും പ്രശ്നമില്ല. എന്തിനും ഓടിയെത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവൻ. ഹോസ്പിറ്റലിൽ എന്ത് കാര്യത്തിനും വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു പയ്യനാണ്. ഞാൻ വൈസ് പ്രസിഡന്റും കൂടിയാണ് ചോന്നൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ. ഇവിടുത്തെ ചോന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് സുജിത്ത്. എൻ്റെ പേര് ബെന്നി മുരിങ്ങാത്തേരി. കുന്നോളം അസംബ്ലി പ്രസിഡന്റ് ആയിരുന്നു മുന്നേ. ഇപ്പം നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് വടക്കാഞ്ചേരി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. പേര് സലീം. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഞാൻ അസംബ്ലി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകനായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ട് എൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് സുജിത്ത്. വർഷങ്ങളോടുള്ള അടുപ്പാണ്. എൻ്റെ വീട് എരുമ്പപ്പെട്ടിയാണ്. സുജിത്ത് എന്താ പറയുക, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം പൊളിച്ചപ്പോൾ കാണാം ഉമ്മൻചാണ്ടി. അത്രയും ഉമ്മൻചാണ്ടി ഭക്തനാണ്. അത് വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ നിലവിൽ അവിടെ വീട്ടിൽ മാത്രമല്ല, പിന്നെ എവിടെയെങ്കിലും നഞ്ഞത്ത് പോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരെ കാണാം. അത്രയും ഷർട്ട് ഊരിയാലേ ഷർട്ട് നെഞ്ഞത്ത് വേണമല്ലോ ഉമ്മൻചാണ്ടി ഉണ്ടാവും. അത്രയും ഭക്തനാണ് ഉമ്മൻചാണ്ടി. ആ ഒരു പ്രവർത്തന ശൈലിയാണ്. ആ രീതിയിലാണ് പാർട്ടി പ്രവർത്തനം. അതുപോലെ മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിലെ ഏത് മേഖലയിൽ നോക്കിയാലും സുജിത്തിൻ്റെ സേവനം കാണാം. സുജിത്ത് പാർട്ടികൾക്ക് അതീതമായി ഒരു പൊതുപ്രവർത്തനമായിട്ട് ക്ലബ്ബായാലും രക്തദാനത്തിലൊക്കെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സജീവ പ്രവർത്തനമാണ് സുജിത്ത്. ഈ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ തോന്നി? ഇത്രയും ഉണ്ടെന്ന് തോന്നിയോ? ഈ ഒരു ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നി? അല്ല, വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ്ങിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാർച്ച് നടത്തിയതാണ്. യൂത്ത് കോൺഗ്രസിനായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു. അപ്പോൾ അന്നൊന്നും ഇത്തരത്തിൽ ഈ സുജിത്തിനെ പോലീസ് അടിച്ചു പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ഞെട്ടിപ്പോകണം. അത്രയും ഒരു ലോകത്തിൽ ഒരു ആൾക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവിക്കാൻ പറ്റില്ല. പോലീസ് പറഞ്ഞ നീതി കൊടുക്കേണ്ടവർ ഒരു നീതിപാലകരായിട്ടുള്ള പോലീസുകാരൊക്കെ ചെയ്യുന്നത് ഒരു ഗുണ്ടകളുടെ അവനെ പിടിച്ചത് എന്തിൻ്റെ പേരില, അല്ലെങ്കിൽ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയത് എന്തിൻ്റെ പേരില? ഒരു ചീട്ട് കളിച്ചിട്ടോ അല്ലെങ്കിൽ മദ്യപാനത്തിനോ അല്ലെങ്കിൽ മോഷണ കേസിലോ ഒന്നുമല്ലല്ലോ. ഒരു വിഷയത്തിൻ്റെ പേരിൽ അപ്പോൾ അവിടുത്തെ പ്രദേശത്തെ യുവാക്കളൊരു വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ ആ ദേഷ്യത്തിൻ്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകണം. അല്ലാതെ വേറെ ഒന്നിനും അവിടെ കൊണ്ടുപോയി പിന്നെ പോലീസ് മുറ ഗുണ്ടാമുറല്ലേ നടത്തിയത്? അല്ല, ആ പോലീസുകാർ ക്രിമിനലാണ്, അവരാണ് ക്രിമിനൽ. ആ ക്രിമിനലുകൾ ചേർന്ന് സുജിത്തിനെ ആക്രമിച്ചു. അതൊരിക്കലും ഒരു സമൂഹത്തിന് ഇത്തരത്തിലുള്ള ഈ നീതി ഈ സുജിത്തിൻ്റെ വിഷയത്തിൽ പോലെ നടന്നതുപോലെ നീതി കിട്ടണം. അത് സുജിത്തിലൂടെ കേരളത്തിനൊരു വലിയ മാതൃകയാണ്. സുജിത്ത് ഒരു ഫൈറ്ററാണ്, പാർട്ടി ഫൈറ്ററാണ്. പാർട്ടി ഫൈറ്റർ എന്നുള്ളതിലൊക്കെ പ്രവർത്തനം നോക്കി കഴിഞ്ഞാൽ സുജിത്ത് സഹായം ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ പുറത്തു നിൽക്കുന്ന ആളുകൾ. ശരിക്കും അത് മറുവശത്തിന് ഒരു ശത്രുത ഇതുണ്ടാകില്ലേ? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവില്ല, വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലൊന്നും ഉണ്ടാവില്ല. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജിത്ത് പാർട്ടിയുടെ വലിയൊരു കേഡറാണ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. അതിന് മുന്നേ ഞാൻ അസംബ്ലി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മണ്ഡലം ഭാരവാഹിയാണ്, മണ്ഡലം സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സുജിത്ത് തീവ്ര പോരാളിയാണ് പാർട്ടിക്കകത്ത്. അപ്പോൾ സി പി എമ്മിൻ്റെ തെറ്റായ നിങ്ങൾക്കെതിരെ സി മൊയ്തീൻ്റെ ഈ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുമല്ലോ. ആ പ്രതികരണം സുജിത്ത് ഏത് കാലത്ത് വരുന്ന സി മൊയ്തീന് ആ വിരോധം അതിനകത്തുണ്ടാവാം.
AC മൊയ്തീൻ്റെ ഡയറക്ഷനിലാണ്ട് സത്യത്തിൽ ഈ ഒരു പോലീസ് അങ്ങനെ നടക്കില്ലല്ലോ. ഒരു പോലീസിലെ ഒരു കോൺസ്റ്റബിളെ സ്ഥലം മാറ്റവും ഒക്കെ വേണമെങ്കിൽ തന്നെ അത് AC മൊയ്തീൻ അറിയാത്ത ഒരു നിയമനം കുന്നോളം പോലീസ് സ്റ്റേഷൻ നടക്കില്ല. അപ്പോൾ സുജിത്തിനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് അവനെ അവിടെ കൊടുന്ന സമയത്ത് ഈ പോലീസുകാർ അത് തിരിച്ച് ഏമാനെ കാണിച്ചിട്ടുണ്ടാവും. MLA പറഞ്ഞ പോലെ, മുൻ MLA പറഞ്ഞ പോലെ, അനിൽ അക്കര പറഞ്ഞ പോലെ ഏമാനെ വിളിച്ചു പറയണം. അവരുടെ ഡയറക്ഷൻ AC മൊയ്തീൻ്റെ ഡയറക്ഷൻ കിട്ടാണ്ട് ഇത്തരത്തിലൊരു നീക്കം പോലീസിൻ്റെ ഇത്ര ഒരു ധൈര്യത്തോടുകൂടി അവരെ ആക്രമിക്കും. എൻ്റെ അമ്മയ്ക്ക് 82 വയസ്സ്. എൻ്റെ അമ്മ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടിരിക്കുന്ന ആളാണ്. അവർ ഈ TV കാണുമ്പോൾ TV വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നാട്ടിൽ നടക്കുന്നു. കാരണം കണ്ടുമ്പൾക്ക് ഇവരൊക്കെ നിന്ന് കരഞ്ഞ് എൻ്റെ മോനെ പോലെ കാരണം തൊട്ട് വീടാണ്. ഞങ്ങൾ അതേപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് സുജിത്ത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മോൻ്റെ ക്ലബിലത്തെ പ്രസിഡൻറ്റും കൂടിയിട്ടാണ്. അത്രയധികം വേദനാജനകമായിട്ടാണ് നമ്മളത് കാണുന്നത്. ഇത് നാളെ ഒരു ആൾക്ക് സംഭവിക്കാൻ പാടില്ല. നാളത്തെ ഇതിലേ വേണ്ടിയിട്ട് നമ്മൾ കർശനമായിട്ട് ഇതിന് നല്ല പോലെ ശിക്ഷ അവിടെ കൊടുത്തിരിക്കണം. ഇതിനെ പറ്റി എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ മേഖലയിലും ചർച്ച ചെയ്ത് ഇതിന് നല്ലൊരു സമവാക്യം ഉണ്ടാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരെ പിരിച്ചുവിടുക തന്നെ വേണം അല്ലേ? ഒരു സംശയമില്ലാത്ത കാര്യം. പിരിച്ചുവിടാതെ അതിനൊക്കെ കൂടുതൽ ശിക്ഷ അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും പൈശാചികമായിട്ടൊരു മനുഷ്യനെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയധികം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു വീട്ടിൽ ഒരു ആളും അത് കണ്ട് TV കണ്ടിട്ട് ആസ്വദിക്കാനല്ല. ആ TV പ്രോഗ്രാം ഓണപ്പരിപാടി വെക്കാൻ TV എല്ലാവരും വീട്ടിൽ ഓഫാണ് ഇപ്പോൾ. കാരണം ഏതെങ്കിലും ചാനൽ വരുമ്പോൾ കാണുമ്പോൾ അവർക്ക് മനപ്രയാസമാണ്. ഈ ഓണത്തിൻ്റെ പരിപാടി പോലും ഒരാളും കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്. തൊട്ട് വീടായതുകൊണ്ട് പറയില്ല, നമുക്ക് അത്രയധികം വിഷമം കൊണ്ടുള്ള കാര്യങ്ങൾ. ഇത് പറ്റിയപ്പോഴും അതിൻ്റെ അപ്പുറത്തും അവനെ ചികിത്സയ്ക്ക് പോകുമ്പോഴൊക്കെ അവൻ നമ്മൾ പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് നല്ല വേദന കേട്ടോ നമുക്ക്. അപ്പോൾ അവന് ചികിത്സയ്ക്ക് പോയിട്ടതിന് ശേഷം ഈ ഇടി കെട്ടിയിട്ടൊക്കെ അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നല്ല ക്രൂരമായിട്ടാണ് നമ്മൾ പോലീസ് മർദ്ദിച്ചിട്ടുള്ളത്. അതിന് എനിക്ക് ഭയങ്കര അധികം വിഷമങ്ങളുണ്ട്. വിഷമം മാത്രമല്ല പ്രയാസങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ഒപ്പം നിന്നിരുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളവരാണ്, തൊട്ട് വീടാണ്. ഇത് എത്തിയില്ലായിരുന്നു വെച്ചെങ്കിൽ മറ്റുള്ള കേസുകൾ പോലെ തന്നെ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം, ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ഇതിനോടനുബന്ധ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു എന്താ പറയുക, ഒരു പുതിയൊരു മാറ്റത്തിന് തന്നെ പറഞ്ഞ പോലെ സുജിത്ത് ഒരു ഇതായി അവൻ്റെ പോരാട്ടത്തിൻ്റെ കിട്ടിയ ന്യായമാണ് CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. പക്ഷേ അതുകൊണ്ടും അവന് നീതി കിട്ടിയിട്ടില്ല. അവന് നീതി കിട്ടിയെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഇത് ചെയ്തിട്ടുള്ള പോലീസുകാർ തീർച്ചയായിട്ടും അവർ ഇനി സർവീസിൽ തുടരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. അവർ ഗുണ്ടകളൊക്കെ കഷ്ടമാണ്. നമ്മൾ ഈ തെരുവിൽ നടക്കുന്ന ഗുണ്ടകൾ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ വെട്ടും കുത്തൊക്കെ ആയി നടക്കുന്ന അങ്ങനത്തെ അവർ ചെയ്യുന്നതിനെക്കാട്ടിയും മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തത്. ഒരാളെ കെട്ടിയിട്ടിട്ട് മർദ്ദിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് അവരുടെ ഫുള്ള് പോലീസുകാരുടെ ഉള്ളിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്യുന്നു നമുക്കത് എല്ലാവർക്കും പൊതുജനത്തിന് മനസ്സിലാക്കാൻ കഴിയും. സാധാരണക്കാർ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരാതി പോയി ബോധിപ്പിക്കാനുള്ള സ്ഥലമാണ്. അവിടുന്ന് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പോലീസുകാരിൽ നല്ലവരുണ്ട്. ഇപ്പോൾ എൻ്റെ വലിയച്ഛൻ റിട്ടയർഡ് ചെയ്യാണ്. പക്ഷേ ഞാനൊക്കെ കണ്ടിട്ടുള്ള പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇത്രയും ക്രൂരന്മാരായ പോലീസുകാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഉണ്ടായിരിക്കാം, പക്ഷേ ഇത് നമ്മുടെ അനുഭവത്തിൽ ആദ്യമാണ് ഇങ്ങനൊരു ശരിക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽസ് ആയിരുന്നു. സുജിത്തൻ്റെ ഒരു അനിയനും കൂടിയാണ്. നമുക്ക് ഒരിക്കലും അവനന്ന് ഈ സംഭവമൊക്കെ ഉണ്ടായത് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് നമ്മൾ പോലീസുകാരെ മർദ്ദിക്കും. ഇപ്പോൾ ഓരോ അവരുടെ ഇതാണ്. പക്ഷേ ഇവനൊരു തെറ്റും ചെയ്യാണ്ടാണ് അന്ന് അവിടുന്ന് സുജിത്തിനെ അന്ന് വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുപോയുള്ളത്. പിന്നെ നിങ്ങളിവിടെ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവനെക്കുറിച്ച് ഒരു കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, ആരും പറയുന്നത് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അത്രയും നല്ല സ്വഭാവമുള്ള കുട്ടി തന്നെയാണ് അവൻ. പിന്നെ ഇതിലെ കുറ്റവാളികളിന് എന്തായാലും കടുത്ത ശിക്ഷ, അതായത് അവർക്ക് ജോലിയിൽ നിന്ന് സർവീസിൽ നിന്ന് ഇവരിനെ ഈ ക്രിമിനലുകളിനെ എടുത്ത് കളയാന്നുള്ളതിലും കുറഞ്ഞൊരു ശിക്ഷ ഒന്നും അവർക്ക് പോരായ്ക വരും. വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഇത് കണ്ടപ്പോൾ തൊട്ട് സുജിത്ത് എൻ്റെ ഒരു അനിയനും കൂടിയാണ്. അപ്പം നമുക്കൊക്കെ ഇത് കണ്ടു നിൽക്കുമ്പോൾ സാധാരണക്കാരൻ്റെ ഒരു നിസ്സഹായത എന്ന് പറഞ്ഞ ഭയങ്കര, അതായത് ഇപ്പോൾ പണവും പ്രതാപമുള്ളതെന്ന് വെച്ചെങ്കിൽ അവന് സപ്പോർട്ടായിട്ട് അവന് നിയമം കയ്യിലെടുക്കാൻ അവന് പോലീസും എല്ലാം കൂട്ടായിട്ടുണ്ടാവും. പക്ഷെ സാധാരണക്കാരൻ എന്താ ചെയ്യുക? സാധാരണക്കാർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മൾ സോഷ്യൽ മീഡിയയിലായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കണതും ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് തല്ലി ചതയ്ക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്.
നമുക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ ഈ കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്നവനും അതുപോലെ പൊതുജനങ്ങൾക്ക് ഉപദ്രവമായിട്ടുള്ളവനും ഒക്കെ സ്വൈരായിട്ട് വിഹരിച്ച് നടക്കുന്നുണ്ട്. അതിനൊന്നും ചോദ്യം അങ്ങനെ ഒരാളെയാണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ കൈയടിക്കുള്ളതിന്. ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഇവനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സുജിത്തിന് ഒരു പാർട്ടി മണ്ഡലം പ്രസിഡൻ്റാണ്, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്നെ പോലുള്ള സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു സപ്പോർട്ടും നമുക്ക് ആ രീതിയിലുള്ള ഒരു സപ്പോർട്ടും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ അവസ്ഥ അതാണ്. അപ്പോൾ ഓരോ സാധാരണക്കാരൻ്റെ ഗതി എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ തീർച്ചയായിട്ടും ഇതൊന്ന് സർവീസിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വ്യവസ്ഥ എന്താ നമുക്ക്, പക്ഷേ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല, അത് തെളിഞ്ഞതാണ്. അന്ന് മെഡിക്കൽ റിപ്പോർട്ട് എടുത്തതും അതിൽ ഇവർ ആരോപിച്ച കുറ്റം എന്ന് പറഞ്ഞാൽ പോലീസിനോട് മദ്യപിച്ചിട്ട് അപമര്യാദയായി പെരുമാറിയെന്നാണ്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോടതിയിൽ മെഡിക്കൽ കഴിഞ്ഞ റിപ്പോർട്ട് വന്നപ്പോൾ അവൻ മദ്യപിച്ചിട്ടില്ല. അവൻ അങ്ങനെ മദ്യപിക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് ഇത്രയും തല്ലിച്ചതയ്ക്കാനായിട്ട് എന്താ മറ്റേ രാജ്യദ്രോഹി എന്തെങ്കിലും ആണോ? അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മുടെ സർക്കാർ ഗവൺമെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് ഉത്തരം പറഞ്ഞാൽ മതിയാവും. അതിന് വേണ്ട നടപടികളും സ്വീകരിച്ചാൽ മതിയാവും. അല്ലാതെ വെറുതെ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ സസ്പെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, അവർ സ്ഥലം മാറ്റമല്ല ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ട് ജനങ്ങളുടെ കണ്ണി പൊടിയിട്ടിട്ട് എന്താ കാര്യം? ഇത് തിരിച്ച് ജനങ്ങൾ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അതായത് ജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് നീതി കിട്ടുന്നില്ല, ഇതാണ് അവസ്ഥ. ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ പറഞ്ഞാൽ ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം തന്നെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അങ്ങനത്തെ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതല്ല പറഞ്ഞത്, ജനാധിപത്യം ഇല്ല, ഏകാധിപത്യമാണ്. അധികാരത്തിൽ കിട്ടന്നെ, അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഈ ഓണക്കിറ്റ് ഈ സാധനം കൊടുത്തിട്ട് ആൾക്കാരെ ഇതായിട്ട് തടിയൂരി തന്നെ അല്ല, വേറെ ഒന്നല്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഇത് വികസനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികസനം ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും വികസനമൊക്കെ നടത്തും. വികസനം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ, ആർക്കായാലും. ഒരു പാർട്ടീനെ ഞാൻ പറയണില്ല, എല്ലാ പാർട്ടിക്കായാലും വികസനം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിക്കക്കള്ളിയുള്ളൂ. നിക്കക്കള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികസനം ഉണ്ടായി കഴിഞ്ഞാലാണ് ജോർജ് കുട്ടി വരുള്ളൂ. വികസനം ഇല്ലെങ്കിൽ എന്തൊട്ട് ജോർജ് കുട്ടി കിട്ടണേ? വികസനം ഉണ്ടാവണം, അതാണ്. അത് പാർട്ടി നയാണ്. ഇപ്പം ഞങ്ങളെന്നൊക്കെ തിയേറ്ററിലാവുന്ന സമയത്ത് ഒരു മാസം ഇത്ര കാശ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വാങ്ങിച്ചായിരുന്നു ഇവർ. ഏത് അത് കളക്ഷൻ എടുത്തിട്ട് നമ്മൾ കൊടുക്കണം. ഏത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 പൈസയുടെ ആൾ കൊടുക്കാനില്ല, കമ്മ്യൂണിസ്റ്റുമാരും ഇല്ല, ആരും ഇല്ല. ഇപ്പം പറയാൻ പാടില്ല, തല്ലുകൂടിയിട്ടാണ് 500 റുപ്യ വെച്ചിട്ട് ഓരോ കൗൺസിലർമാർ കൊടുക്കാന്ന് പറഞ്ഞാൽ. ഇവിടെ 4 തെങ്ങുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലുള്ള വരുമാനം കൊണ്ടാണ് ഇവിടെ കാര്യങ്ങളാണ് തരുന്നത്. ഏത് കറണ്ട് ബില്ല് അടയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് വെച്ചാൽ ഫോണിപ്പോൾ വേണ്ടല്ലോ, മൊബൈലാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഇവിടെ 4 തെങ്ങുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഈ വികസനത്തോട് കൂടിയിട്ട് ആ തെങ്ങും പോയി. അപ്പോൾ ഓരോ കൗൺസിലർമാരോട് 500 റുപ്യ തരണമെന്ന് പറഞ്ഞു. മാർക്കറ്റ് പാർട്ടി വാങ്ങിക്കുന്നത് പകുതിയാണ് വാങ്ങിക്കണത്. ഒരു കൗൺസിലർമാരിന്ന് 13,500 റുപ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ വേദി കറക്റ്റായിട്ടാണ് വാങ്ങിക്കണത്. ജനാധിപത്യമായി, മറ്റത് ഏകാധിപത്യമായി. അത്രയുള്ള കേസുള്ളതല്ല, വേറെ കാര്യമൊന്നുമില്ല. ഏകാധിപത്യ ഭരണത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അത് തന്നെയാണ്, അല്ലാതെ ഏകാധിപത്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇതല്ല നമ്മൾ കണ്ടത്, സുജിത്തിനെതിരെയുള്ള ക്രൂരത. അത് തന്നെയാണ് ഏതൊരു മനസാക്ഷിയെ ഞെട്ടിക്കുന്നതല്ലേ അത്? അത് ശരിയാണ്. ലോക മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുക. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ അവരുടെ പാർട്ടി ലൈൻ അങ്ങനെയാണ്. ഇപ്പം മോളൊക്കെ കണ്ടില്ലേ, 28 വയസ്സുണ്ട് മോക്ക്. മോളൊക്കെ കണ്ടില്ലേ ഈ വാർത്ത? ഇവർക്കൊക്കെ കാരണം മോളെക്കാട്ടിൽ 1 വയസ്സ് കുറവാണ് സുജിത്തിന്, 27 വയസ്സേ ഉള്ളൂ. 27 വയസ്സുള്ളൂ. അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ട് എന്താണ് ഈ ചിന്നത്തെ അവരൊക്കെ പറയുന്നത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എല്ലാവരും പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ജനാധിപത്യമല്ല, ഏകാധിപത്യമല്ലേ. പിന്നെ എന്നിട്ട് പ്രതികരിക്കണേ? ആര് പ്രതികരിക്കണേ? കുറത് സമരം ചെയ്യും, അത്രയും ഉള്ളതല്ല, വേറെ കാര്യമൊന്നുമില്ല. ഇവരുടെ സമരം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ഇതൊരു മാതൃകയല്ലേ? ഇനി കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. ഇങ്ങനെ എല്ലാ ക്രൂരതയും നടക്കുകയാണെന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.